50 വയസ്സിന് മുകളിലുള്ള റിട്ടയർമെൻറ്റിനോട് അടുക്കുന്ന വ്യക്തികളിൽ റീസെൻ്റായിട്ട് നടത്തിയ ഒരു സർവേയിൽ പങ്കെടുത്ത 80% വ്യക്തികളും അവർ റിട്ടയർമെൻറ്റിനെ കുറിച്ച് ഇതുവരെയായിട്ടും ആലോചിച്ചിട്ടില്ല. അല്ല എങ്കിൽ റിട്ടയർമെൻറ്റിന് ശേഷം എങ്ങനെയാണ് അവർ ഫൈനാൻസ് പ്ലാൻ ചെയ്യുന്നത്, ഈ കാര്യങ്ങളെക്കുറിച്ച് അവർ ചിന്തിച്ചിട്ട് പോലുമില്ല. നമ്മുടെ ഇന്നത്തെ സാഹചര്യത്തിൽ, അതായത് അനുദിനം ഇൻഫ്ലേഷൻ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പ്രോപ്പറായിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ റിട്ടയർമെൻറ്റ് പ്ലാൻ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ റിട്ടയർമെൻറ്റിന് ശേഷം ഫൈനാൻഷ്യലായിട്ട് നിങ്ങൾക്ക് പല ബുദ്ധിമുട്ടുകളും നേരിട്ടേക്കാം. ഗവൺമെൻറ് സെക്ടറിലും മറ്റും വർക്ക് ചെയ്യുന്ന വ്യക്തികൾക്ക് സാധാരണയായിട്ട് പെൻഷൻ ലഭിക്കാറുണ്ട്. എന്നാൽ അവർക്ക് ലഭിക്കാൻ പോകുന്ന പെൻഷൻ റിട്ടയർമെൻറ്റിന് ശേഷം അവരുടെ എക്സ്പെൻസസുകൾ മീറ്റ് ചെയ്യാനായിട്ട് പര്യാപ്തമാണോ എന്നുള്ള കാര്യവും നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഏറ്റവും സേഫായിട്ടുള്ള രീതിയിലും അതേപോലെ ഗ്യാരണ്ടീഡ് ആയിട്ട് നമുക്ക് റിട്ടേൺ ലഭിക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമിലൂടെ നിക്ഷേപം നടത്തി നിങ്ങളുടെ റിട്ടയർമെൻറ്റിന് ശേഷം, അതായത് 60 വയസ്സിന് ശേഷം ഒരു മാസം 1,35,000 രൂപ മന്ത്ലി ഇൻകമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതും, അതോടൊപ്പം മാസം നിങ്ങൾക്ക് ലഭിക്കുന്ന ഈ തുകയ്ക്ക് 1 രൂപ പോലും നിങ്ങൾ ടാക്സ് കൊടുക്കണ്ട. അതായത് ഓരോ മാസവും ടാക്സ് ഫ്രീ ആയിട്ട് 1,35,000 രൂപ നിങ്ങൾക്ക് ലഭിക്കുന്നു. അതോടൊപ്പം തന്നെ നിക്ഷേപം നടത്തി ഏതാനും വർഷങ്ങൾക്കുള്ളിൽ നിങ്ങളൊരു കോടിപതിയുമാകുന്നു. ഈ വീഡിയോ യൂസ്ഫുൾ എന്ന് തോന്നിയാൽ മറ്റുള്ളവരുടെ അറിവിലേക്ക് ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യുക. ഇതേപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകൾ യഥാസമയം നിങ്ങളിൽ എത്തണമെങ്കിൽ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിവിടെ പറഞ്ഞു വരുന്നത് നമ്മൾക്കെല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള PPF സ്കീമിനെ കുറിച്ചാണ്, പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട്. നമ്മുടെ യൂട്യൂബ് ചാനലിൽ റിട്ടയർമെൻറ്റ് പ്ലാനിങ്ങിൻ്റെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ പല സമയങ്ങളിലും PPFിലുള്ള നിക്ഷേപത്തിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് കംഫർട്ടബിളായിട്ടും ടാക്സ് ഫ്രീ ആയിട്ടും നിങ്ങൾക്ക് റെഗുലറായിട്ട് ഒരു റിട്ടയർമെൻറ്റ് ഇൻകം ഏൺ ചെയ്യാൻ സാധിക്കുക എന്നതിനെക്കുറിച്ച് പല വീഡിയോകളിലും വളരെ ഡീറ്റെയിൽഡായിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ വീഡിയോയിൽ ഒരു ലൈവ് എക്സാമ്പിളിൻ്റെ സഹായത്തോടു കൂടി എങ്ങനെയാണ് 1,35,000 രൂപ നിങ്ങൾക്ക് 60 വയസ്സിന് ശേഷം മന്ത്ലി ടാക്സ് ഫ്രീ ആയിട്ട് ലഭിക്കുക. പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട് അല്ലെങ്കിൽ PPFനെ കുറിച്ച് അധികം ഡീറ്റെയിൽസ് നൽകേണ്ട ആവശ്യമില്ല. ഇന്ന് ഇന്ത്യയിലെമ്പാടുമുള്ള പോസ്റ്റ് ഓഫീസുകളിലും അതോടൊപ്പം തന്നെ നാഷണലൈസ്ഡ് ബാങ്കുകളുടെ ബ്രാഞ്ചുകൾ മുഖാന്തരവും ഇൻ്റർനെറ്റ് ബാങ്കിങ് മുഖാന്തരവും വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് PPF അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. മിനിമം 500 രൂപയാണ് ഓരോ വർഷവും നിങ്ങൾ നടത്തേണ്ട നിക്ഷേപം. എന്നാൽ ഒരു വർഷം നിങ്ങൾക്ക് മാക്സിമം PPF അക്കൗണ്ടിൽ നിക്ഷേപം നടത്താവുന്ന തുക 1,50,000 രൂപയാണ്. നിങ്ങളുടെ കുടുംബത്തിൽ 18 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആർക്കും, അതായത് നിങ്ങളുടെ കുട്ടികളാകാം, നിങ്ങളുടെ വൈഫാകാം, നിങ്ങളുടെ സ്പൗസാകാം, ഇവരുടെ പേരിൽ ഇൻഡിവിജ്വലായിട്ട് നിങ്ങൾ PPF അക്കൗണ്ട് തുടങ്ങിയാൽ ഓരോ വ്യക്തിയുടെയും പേരിൽ 1,50,000 രൂപ വരെ നിക്ഷേപം നടത്താം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ മൈനറായിട്ടുള്ള കുട്ടികളുടെ പേരിലും PPF അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. പക്ഷേ മൈനറായിട്ടുള്ള കുട്ടികളുടെ പേരിൽ PPF അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, PPFൻ്റെ റൂൾ അനുസരിച്ചിട്ട് ഒരു വ്യക്തിക്ക് ഒരു വർഷം 1.5 ലക്ഷം രൂപയിൽ കൂടുതൽ നിക്ഷേപം നടത്തുവാനായിട്ട് സാധിക്കുകയില്ല. നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നും അതോടൊപ്പം തന്നെ നിങ്ങളുടെ മൈനറായിട്ടുള്ള കുട്ടിയുടെ പേരിൽ നടത്തുന്ന നിക്ഷേപം ഒരു വർഷം 1.5 ലക്ഷം രൂപയിൽ കൂടുതലാകാതിരിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. ടാക്സ് സേവിങ്ങിൻ്റെ പർപ്പസിന് വേണ്ടിയിട്ട് പണ്ട് മുതലേ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു വരുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമാണ് PPF. EEE കാറ്റഗറിയിൽ, അതായത് എക്സംഡ് കാറ്റഗറിയിൽ പെടുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമാണ് PPF. അതായത് നിങ്ങൾ നടത്തുന്ന നിക്ഷേപ തുകയ്ക്ക് സെക്ഷൻ 80C അനുസരിച്ച് നിങ്ങളുടെ ടാക്സബിൾ ഇൻകത്തിൽ നിന്ന് 1,50,000 രൂപ വരെയും കുറച്ച് കാണിക്കാം. PPFിൽ നിന്ന് ഏൺ ചെയ്യുന്ന ഇൻട്രസ്റ്റ് 100% ടാക്സ് ഫ്രീയും PPF മെച്യൂർ ആകുന്ന സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്ന മെച്യൂരിറ്റി എമൗണ്ടും 100% ടാക്സ് ഫ്രീ ആണ്. ഇന്ത്യയിൽ ഇതേപോലെ 100% ടാക്സ് ഫ്രീ ആയിട്ട് നമുക്ക് ഇൻകം ലഭിക്കുന്ന വളരെ കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമുകളേ ഉള്ളൂ. നാഷണൽ പെൻഷൻ സിസ്റ്റത്തിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 60 വയസ്സിന് ശേഷം ടാക്സ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് എമൗണ്ട് വിഡ്രോ ചെയ്യാം. എങ്കിൽ നിങ്ങൾ നിക്ഷേപം നടത്തുന്ന അല്ലെങ്കിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന കോർപ്പസിൻ്റെ 40% ആനുവിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഓരോ വർഷവും ആനുവിറ്റി ആയിട്ട് അല്ലെങ്കിൽ ആനുവൽ ഇൻകം നിങ്ങൾക്ക് ലഭിക്കുന്ന എമൗണ്ടിന് നിങ്ങൾ ടാക്സ് കൊടുക്കേണ്ടി വരും. റിട്ടയർമെൻറ്റ് പ്ലാനിങ്ങിന് വേണ്ടിയിട്ട് ഒട്ടനവധി ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഈ പറയുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനുകൾക്കെല്ലാം അതിൻ്റേതായ ഡിസഡ്വാൻറ്റേജസുമുണ്ട്. റിസ്ക് ഫ്രീ ആയിട്ട്
അതോടൊപ്പം തന്നെ ടാക്സ് ഫ്രീ ഇൻകം ലഭിക്കുന്നതിന് നിങ്ങളുടെ റിട്ടയർമെൻറ്റ് പ്ലാൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരേ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമാണ് PPF. ഈ യൂട്യൂബ് ചാനലിൽ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള 1100-ൽ കൂടുതൽ വീഡിയോകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ നിക്ഷേപ പദ്ധതികളെക്കുറിച്ചും ഇന്ത്യക്കാരായ വ്യക്തികൾക്ക് ഇന്ത്യക്ക് വെളിയിൽ നടത്താവുന്ന നിക്ഷേപങ്ങളെക്കുറിച്ചും വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള രീതിയിൽ ഒട്ടനവധി വീഡിയോകൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും സേവിങ്സ്, ഇൻവെസ്റ്റ്മെൻറ്റ്, ഫിനാൻഷ്യൽ പ്ലാനിംഗ്, ടാക്സേഷൻ, ഇൻഷുറൻസ് പ്ലാനിംഗ്, എസ്റ്റേറ്റ് പ്ലാനിംഗ് എന്നിങ്ങനെ ഒരു വ്യക്തി അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളെക്കുറിച്ചുള്ള വീഡിയോകൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ്. ഇതേപോലെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോകൾ യഥാസമയം നിങ്ങളിൽ എത്തണമെങ്കിൽ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുടെ അറിവിലേക്ക് വേണ്ടി ഷെയർ ചെയ്യുകയും ചെയ്യുക. ഇങ്ങനെയാണ് നിങ്ങളുടെ റിട്ടയർമെൻറ്റിന് ശേഷം ഒരു മാസം 1,35,000 രൂപയോളം ഇൻകം നിങ്ങൾക്ക് ലഭിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾ എങ്ങനെയാണ് ഒരു കോടിപതിയാകുക, ഈ കാര്യങ്ങൾ വിശദമാക്കുന്ന ഒരു പ്രസൻറ്റേഷൻ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഈ പ്രസൻറ്റേഷൻ ഒന്ന് കണ്ടു നോക്കൂ. ഈ പ്രസൻറ്റേഷനിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ് ഒരു വർഷം നിങ്ങൾ 1,50,000 രൂപ വീതം PPF അക്കൗണ്ടിൽ അടച്ച് നിങ്ങൾക്ക് 60 വയസ്സാകുമ്പോൾ നിങ്ങളൊരു കോടിപതിയാകുകയും അതോടൊപ്പം തന്നെ 1,35,000 രൂപയോളം ടാക്സ് ഫ്രീ ആയിട്ട് മന്ത്ലി നിങ്ങൾക്ക് ഒരു എമൗണ്ട് വിഡ്രോ ചെയ്യാൻ പറ്റുകയും. ഇവിടെ നമ്മൾ അസ്യൂം ചെയ്യുന്നത് നിങ്ങൾ 25 വയസ്സുള്ള ഒരു വ്യക്തിയാണ്. 2024 നിങ്ങൾ PPF അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നു. ഒരു വർഷം PPF അക്കൗണ്ടിൽ മാക്സിമം നമുക്ക് അടയ്ക്കാവുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 1,50,000 രൂപയാണ്. ഈ 1,50,000 രൂപ എല്ലാ വർഷവും ഏപ്രിൽ 5-ാം തീയതിക്ക് മുന്നേ ആയിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം. ഏപ്രിൽ 5-ാം തീയതിക്ക് മുന്നേ ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് 12 മാസത്തെ ഇൻട്രസ്റ്റ് അതിൽ നിന്ന് ലഭിക്കും. 5-ാം തീയതിക്ക് ശേഷമാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ആ മാസത്തെ ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് നഷ്ടപ്പെടും. ഇപ്പോൾ പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ടിൽ നൽകുന്ന ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 7.1%. ഈ ഇൻട്രസ്റ്റ് റേറ്റ് എല്ലാ ക്വാർട്ടറിലും റിവൈസ് ചെയ്യും. കഴിഞ്ഞ 3 വർഷമായിട്ട് PPFന് നൽകുന്ന ഇൻട്രസ്റ്റ് റേറ്റ് 7.1%. മാർക്കറ്റിലെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയുന്നതനുസരിച്ച് അല്ലെങ്കിൽ RBI ഇൻട്രസ്റ്റ് റേറ്റിൽ മാറ്റം വരുത്തുന്നതനുസരിച്ച് ഈ ഇൻട്രസ്റ്റ് റേറ്റിലും മാറ്റങ്ങൾ വരാം. പക്ഷേ നമ്മളിവിടെ ഈ കമ്പ്യൂട്ടേഷന് വേണ്ടിയിട്ട് അസ്യൂം ചെയ്യുന്നത് നിങ്ങളുടെ 60 വയസ്സ് വരെയും, അതായത് 35 വർഷം നിങ്ങൾക്ക് 7.1% ഇൻട്രസ്റ്റ് ലഭിക്കുമെന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. നിങ്ങൾ ഓരോ വർഷവും 1,50,000 രൂപ നിക്ഷേപം നടത്തുമ്പോൾ ആദ്യത്തെ വർഷം നിങ്ങൾക്ക് 10,650 രൂപ ഇൻട്രസ്റ്റ് ലഭിക്കും. അങ്ങനെ കൂട്ടുപലിശയായിട്ട് ഈ എമൗണ്ട് ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഈ PPFൻ്റെ നിയമം അനുസരിച്ച് ഇത് 15 വർഷത്തേനാണ് ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾ ചെയ്യേണ്ടത്. 15 വർഷം അതായത് 40 വയസ്സാകുമ്പോൾ നിങ്ങളുടെ എമൗണ്ട് 42,18,000 രൂപയാകും. 15 വർഷം കഴിഞ്ഞ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ എമൗണ്ട് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാം. അല്ല എങ്കിൽ PPFൻ്റെ നിയമം അനുസരിച്ച് വരുന്ന 5 വർഷത്തേക്ക് നിങ്ങൾക്ക് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാം. ഇവിടെ നമ്മൾ അസ്യൂം ചെയ്യുന്നത് 15 വർഷങ്ങൾക്ക് ശേഷം പിന്നെയും നിങ്ങൾ ഒരു 5 വർഷത്തേന് നിങ്ങളുടെ PPF അക്കൗണ്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. അപ്പോൾ 45 വയസ്സാകുമ്പോൾ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടും ഇൻട്രസ്റ്റും കൂട്ടി 68,08,000 രൂപയാവും. 20 വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് PPF എഗെയിൻ എക്സ്റ്റെൻഡ് ചെയ്യാം. നിങ്ങൾ 50 വയസ്സ് വരെയും PPF എക്സ്റ്റെൻഡ് ചെയ്യുന്നു. 50 വയസ്സാകുമ്പോൾ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ടും അതിൽ നിന്നുള്ള ഇൻട്രസ്റ്റും 1,04,58,000 രൂപയായി. ഞാനിവിടെ ആദ്യമേ സൂചിപ്പിച്ചു, നിങ്ങളുടെ ഈ നിക്ഷേപങ്ങളിലൂടെ ഒരു കോടിപതിയാകും. അതായത് 50-ാമത്തെ വയസ്സിൽ നിങ്ങളൊരു കോടിപതി ആയിരിക്കുന്നു. 50 വയസ്സ് കഴിഞ്ഞ് പിന്നെയും നിങ്ങൾ 5 വർഷം PPF എക്സ്റ്റെൻഡ് ചെയ്യുന്നു. അതായത് 55 വയസ്സ്. 55 വയസ്സിൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ എമൗണ്ടും ഇൻട്രസ്റ്റും ചേർത്ത് 1,56,00,000 രൂപയാകുന്നു. നിങ്ങൾ റിട്ടയർമെൻറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ 60-ാമത്തെ വയസ്സിലാണ്. ഈ 60-ാമത്തെ വയസ്സ് വരെ ഓരോ 5 വർഷം നിങ്ങളുടെ PPF അക്കൗണ്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 60 വയസ്സ് നിങ്ങൾക്കാകുമ്പോൾ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് എന്ന് പറയുന്നത് 2,28,47,000 രൂപയായി. അപ്പോൾ 60-ാമത്തെ വയസ്സിൽ നിങ്ങൾ റിട്ടയർ ചെയ്യുകയാണ്. 60-ാമത്തെ വയസ്സ് മുതൽ നിങ്ങൾക്ക് ഫർദറായിട്ട് ഇതേപോലെ ഒരു വർഷം 1,50,000 രൂപ അടയ്ക്കാനായിട്ടുള്ള ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ഇല്ല. അതോടൊപ്പം നിങ്ങളുടെ റിട്ടയർമെൻറ്റിന് ശേഷം നിങ്ങൾക്ക് പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ഇൻകം വേണം. നിങ്ങൾക്ക് മറ്റു ഇൻകങ്ങളൊന്നുമില്ല. ഡെപ്പോസിറ്റ് ചെയ്ത ഈ എമൗണ്ട് ഉപയോഗിച്ച് മന്ത്ലി നിങ്ങൾക്കൊരു വരുമാനം ലഭിക്കണം.
PPFിൻ്റെ നിയമം അനുസരിച്ച് ഓരോ 5 വർഷവും നിങ്ങളുടെ PPF അക്കൗണ്ട് നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കോൺട്രിബ്യൂഷൻ കണ്ടിന്യൂ ചെയ്യാം. അല്ല എങ്കിൽ സിമ്പിളായിട്ട് നിങ്ങളുടെ PPF അക്കൗണ്ട് നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. ആ സാഹചര്യത്തിൽ നിങ്ങൾ കോൺട്രിബ്യൂഷൻ ഒന്നും അടയ്ക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നിങ്ങൾ 60 വയസ്സിൽ PPF അക്കൗണ്ട് മറ്റൊരു 5 വർഷത്തേന് എക്സ്റ്റെൻഡ് ചെയ്യുന്നു, പക്ഷേ നിങ്ങൾ കോൺട്രിബ്യൂഷൻ ഒന്നും നടത്തുന്നില്ല. PPFിൻ്റെ മറ്റൊരു നിയമം അനുസരിച്ച് നിങ്ങൾ PPF സിമ്പിളായിട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നു, പക്ഷേ അതിൻ്റെ അകത്ത് ഫർദറായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ഒന്നും ചെയ്യുന്നില്ല എങ്കിൽ ഓരോ വർഷവും നിങ്ങൾക്ക് PPF അക്കൗണ്ടിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എമൗണ്ട് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാം. ഈ കേസിൽ നമ്മൾ അസ്യൂം ചെയ്യുന്നത് നിങ്ങളിവിടെ 60 വയസ്സ് വരെയും അക്യുമുലേറ്റ് ചെയ്തിരിക്കുന്ന 2,28,00,000 രൂപ 7.1% ഇൻട്രസ്റ്റ് അതിൽ നിന്ന് ഏൺ ചെയ്യുകയാണെങ്കിൽ ഒരു വർഷം 16,22,197 രൂപ വരും. 16,22,000 രൂപ PPFിൽ പെർമിറ്റ് ചെയ്തിരിക്കുന്ന വിഡ്രോവലായി നിങ്ങൾ ഓരോ വർഷവും വിഡ്രോ ചെയ്ത് ഇത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നിങ്ങൾക്ക് മാറ്റാവുന്നതാണ്. ഈ 16,22,000 രൂപേനെ 12 കൊണ്ട് നമ്മൾ ഹരിക്കുകയാണെങ്കിൽ ഒരു മാസത്തിൽ 1,35,000 രൂപ നിങ്ങൾക്ക് ഇൻകം വരും. ഈ ഒരു വർഷം നിങ്ങൾക്ക് വിഡ്രോ ചെയ്യുന്ന 16,22,000 രൂപ കംപ്ലീറ്റ്ലി ടാക്സ് ഫ്രീ ആണ്. നിങ്ങൾ ഇതിന് 1 രൂപ പോലും ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ വ്യക്തമായിട്ടുള്ള കമ്പ്യൂട്ടേഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഞാനിവിടെ അസ്യൂം ചെയ്യുന്നത് 7.1% ഇൻട്രസ്റ്റ് നമുക്ക് ലഭിക്കുന്നു. അപ്പം ആദ്യത്തെ വർഷം നമ്മൾ 16,22,000 രൂപ വിഡ്രോ ചെയ്യുന്നു. ഞാനിവിടെ ഇൻഫ്ലേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാനിവിടെ കൺസിഡർ ചെയ്യുന്നില്ല. ഇത് സിമ്പിളായിട്ട് ഒരു എക്സാമ്പിൾ എടുത്ത് ചെയ്തതേ ഉള്ളൂ. ഇൻഫ്ലേഷനൊക്കെ നമ്മൾ ഇൻപുട്ട് ചെയ്യുകയാണെങ്കിൽ ഓരോ മാസം നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ടിന് കൂടുതൽ ആവശ്യമായിട്ട് വരും. 35 വർഷങ്ങൾക്ക് ശേഷം ഒരു മാസം നിങ്ങൾക്ക് 1,35,000 രൂപ കൊണ്ട് നിങ്ങളുടെ ചിലവുകൾ നടത്താൻ പറ്റുമോ എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഫിഗറിനെ കുറിച്ച് നമ്മളിപ്പം തൽക്കാലം ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. എങ്കിലും നിങ്ങൾക്ക് ഫ്യൂച്ചറിലേക്ക് ഇതേപോലെ പ്ലാൻ ചെയ്താൽ ടാക്സ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഇതേപോലെയുള്ളൊരു ഇൻകം ലഭിക്കും. ഇവിടെ കാണിക്കുന്നത് ഓരോ വർഷവും നിങ്ങൾ വിഡ്രോ ചെയ്യുന്ന 16,22,000 രൂപയാണ്. ഇത് നിങ്ങളുടെ ജീവിതകാലം മുഴുവനും നിങ്ങൾക്ക് ഈ പൈസ വിഡ്രോ ചെയ്യാൻ പറ്റും. കാരണം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് 60 വയസ്സ് വരെയും ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന 2,28,00,000 നിന്ന് 7.1% വരുന്ന ഇൻട്രസ്റ്റ് മാത്രമാണ് നിങ്ങൾ വിഡ്രോ ചെയ്യുന്നത്. നിങ്ങൾ ഒറിജിനലായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന 2,28,47,000 രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ തന്നെ എപ്പോഴും ഉണ്ടാകും. ഇത് ഓരോ 5 വർഷവും നിങ്ങളുടെ PPF അക്കൗണ്ട് നിങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ മരണം വരെയും നിങ്ങൾക്ക് ഈ എമൗണ്ട് വിഡ്രോ ചെയ്യാം. അഥവാ നിങ്ങൾക്ക് കൂടുതൽ എമൗണ്ട് വേണമെങ്കിൽ ഈ 2,28,00,000 നിന്ന് 16 ലക്ഷത്തിന് പകരമായിട്ട് 20 ലക്ഷമോ 30 ലക്ഷമോ 1 കോടിയോ എത്ര രൂപ വേണമെങ്കിലും നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങൾ ഇവിടെ നിന്ന് കൂടുതൽ എമൗണ്ട് വിഡ്രോ ചെയ്താൽ നിങ്ങൾക്ക് മന്ത്ലി ലഭിക്കുന്ന എമൗണ്ടിലും അതിനനുസരിച്ചുള്ള കുറവ് വരും. ഇതേപോലെ ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള മറ്റൊരു ഇൻകം നമുക്ക് ലോങ് ടൈമിലേക്ക് കിട്ടുന്ന സ്കീമുകളൊന്നും ഇന്ത്യയിൽ അവൈലബിൾ അല്ല. നിങ്ങളുടെ ചെറുപ്പത്തിൽ തന്നെ 25 വയസ്സിലോ 30 വയസ്സിലോ നിങ്ങൾ ഇതേപോലെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു കോർപ്പസ് ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ റിട്ടയർമെൻറ്റിന് ശേഷം നിങ്ങൾക്ക് കംഫർട്ടബിളായിട്ട് നിങ്ങൾക്ക് ജീവിക്കാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര ലക്ഷം രൂപ ഇവിടെ ഓരോ വർഷവും ഏൺ ചെയ്താലും അത് ടാക്സ് ഫ്രീ ആയിട്ടാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഈ പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട് സ്കീമിൽ റെസിഡൻ്റ് ആയിട്ടുള്ള വ്യക്തികൾക്ക് മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള എലിജിബിലിറ്റി ഉള്ളൂ. നോൺ റെസിഡൻറ്റിന് PPF അക്കൗണ്ട് തൽക്കാലം ഓപ്പൺ ചെയ്യാനായിട്ടുള്ള എലിജിബിലിറ്റി ഇല്ല. നോൺ റെസിഡൻ്റ് ആയിട്ടുള്ള വ്യക്തികൾ അവർ റെസിഡൻ്റ് ആയിട്ടുള്ള റിലേറ്റീവ്സിൻ്റെ പേരിലോ അവരുടെ സ്പൗസിൻ്റെയോ വൈഫിൻ്റെയോ അവരെ മേജറായിട്ടുള്ള കുട്ടികളുടെ പേരിലോ മൈനറായിട്ടുള്ള കുട്ടികളുടെ പേരിലോ ഒക്കെ PPF അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും ഇതേപോലെയുള്ള ഒരു മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങളുടെ റിട്ടയർമെൻറ്റിന് ശേഷം നിങ്ങൾക്ക് കംഫർട്ടബിളായിട്ട് ജീവിക്കുവാനും ടാക്സ് ഫ്രീ ആയിട്ടുള്ള ഒരു ഇൻകം ലഭിക്കുവാനും നിങ്ങളെ ഇത് ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെയാണ് റിസ്ക് ഫ്രീ ആയിട്ടും അതോടൊപ്പം തന്നെ ടാക്സ് ഫ്രീ ആയിട്ടും നിങ്ങൾക്കൊരു റിട്ടയർമെൻറ്റ് കോർപ്പസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതും ഈ കോർപ്പസ് ആജീവനാന്ത കാലം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതും അതിനുശേഷം നിങ്ങളുടെ നെക്സ്റ്റ് ജനറേഷന് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നതും. നിങ്ങൾ ഇതുവരെയായിട്ടും PPF അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് തന്നെ നിങ്ങളുടെ PPF അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. നിങ്ങളുടെ അടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ കോൺടാക്റ്റ് ചെയ്യുക. അല്ല എങ്കിൽ നിങ്ങൾ ഇൻ്റർനെറ്റ് ബാങ്കിങ് യൂസ് ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ ഇന്ത്യയിലെ എല്ലാ നാഷണലൈസ്ഡ് ബാങ്കുകളും പ്രൈവറ്റ് സെക്ടറിലുള്ള പ്രമുഖ ബാങ്കുകളായ ആക്സിസ് ബാങ്ക്, HDFC ബാങ്ക്, ICICI ബാങ്ക്
ഇതേപോലെയുള്ള ബാങ്കുകളിലും നിങ്ങൾക്ക് അക്കൗണ്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻ്റർനെറ്റ് ബാങ്കിങ് മുഖാന്തരം വളരെ ഈസി ആയിട്ട് PPF അക്കൗണ്ട് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും.